ഹലോ ഗൈസ്, എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇത് രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ നമ്മുടെ കുഞ്ഞിച്ചക്കനെയൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഈ വർഷം നമുക്ക് വിഷു ഇല്ല കേട്ടോ, അതുകൊണ്ട് കണിയൊന്നും വീട്ടിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എല്ലാവർക്കും നേരത്തെ അന്ന് അമ്പലത്തിൽ പോകാമെന്നുള്ളത്. അങ്ങനെ ഇതേ എല്ലാവരും അമ്പലത്തിൽ പോകേണ്ട തിരക്കിലാണ് കേട്ടോ. പിന്നെ പോകുമ്പോഴേക്കും അമ്മമ്മയ്ക്ക് മരുന്നും അതുപോലെ കഴിക്കാനൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട്. പിന്നെ അങ്ങനെ നമ്മൾ ഒരുക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ നേരമായിട്ട് നമ്മുടെ കുഞ്ഞിച്ചക്കൻ നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആളുടെ ക്ഷമയൊക്കെ നശിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ വേഗം വണ്ടി എടുത്ത് വന്നിട്ട് ടാറ്റ എന്ന് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് അമ്പലത്തിലേക്ക് കേട്ടോ നമ്മൾ നേരെ പോണത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. പിന്നെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അമ്പലത്തിലേക്ക് നടക്കുക കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് വർഷമായിട്ട് ഇവിടെ കേട്ടോ ആദ്യം കൈനീട്ടം മേടിക്കാനായിട്ട് വരുന്നത്. എന്നിട്ട് നമ്മൾ ലൈനിൽ നിൽക്കണം. പക്ഷേ ഒരുപാട് നേരം നിൽക്കണ്ടേ വന്നില്ല. ഒന്നിനെ കൊണ്ട് അകത്ത് കയറി തൊഴുക പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് അകത്ത് കയറി കൈനീട്ടൊക്കെ മേടിച്ച് തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളവിടുന്ന് വണ്ടി എടുത്ത് നമുക്ക് വേറെ അമ്പലം കൂടി പോകാണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കുഞ്ഞിച്ചക്കൻ്റെ മടിയിൽ നല്ല കുട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്കും കണ്ടില്ലേ അവരെ കുരുത്തക്കേട് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് നേരം ഒന്നും ആൾ ഒതുങ്ങിയിരിക്കില്ല കേട്ടാ. കുറച്ച് കഴിയുമ്പോൾ നല്ല കുറുമ്പ് തുടങ്ങുന്നുണ്ട്. അടി ഇടിയൊക്കെ ആവും. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ചെന്നത് ഞങ്ങളുടെ തിരുവല്ലാമലയുള്ള ഒരു ശ്രീരാമൻ്റെ അമ്പലത്തിലേക്ക് കേട്ടാ. ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു ഈ അമ്പലം കാണാനായിട്ട്. ഒരു പാറയുടെ മേലെയാണ് കേട്ടോ വരുന്നത്. അച്ഛനാട്ടാ ഇവിടേക്ക് പോകാമെന്ന് പറഞ്ഞത്. അങ്ങനെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ കാഴ്ച കാണാനായിട്ട് പാറയും അതുപോലെ ആലും നല്ല രസമുണ്ട്. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞിച്ചൊക്കെ അവിടെ എത്തിയപ്പോൾ നല്ല ആക്റ്റീവായിട്ട് അങ്ങനെ ഓടി നടക്കാനുള്ള ഒരു സ്ഥലമൊക്കെ കിട്ടി. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ അമ്പലം കുറേ ഉള്ളിൽ തൊഴാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തൊഴുത് അവിടെ നിന്ന് പിന്നെ നമ്മൾ ഇറങ്ങി. പിന്നെ അടുത്ത് വേറൊരു അമ്പലം കൂടി കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞത് അവിടെയും കൂടി ഒന്ന് കയറിയിട്ട് പോകാൻ തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം കഴിഞ്ഞിട്ട് കിട്ടി. അതുപോലെ അവിടെ നിന്ന് തൊഴുതു. പിന്നെ കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉണ്ണിക്ക് കുളം കണ്ടത്. അപ്പോൾ ഒരു മീനൊക്കെ ഉണ്ടെന്ന് പറയാം കേട്ടോ. അങ്ങനെ കുറച്ച് ഒരാൾ അവിടെ നോക്കിയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും സപ്പോർട്ടും ഷെയറൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ.